നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംശയരോഗത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴയിലാണ് സംഭവം. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പോലീസുകാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. അറസ്റ്റിലായ ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടയിലായിരുന്നു സംഘർഷം. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യതയില്ലെന്ന് പരാതി. വാഹനയുടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കം പതിവ്. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹനയുടമകൾ ഉറപ്പുവരുത്തണമെന്ന് പമ്പ് ഉടമകൾ. കേരള വിഷന്റെ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരം. സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് വിതരണം ജൂൺ 22-ന്. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് പുരസ്കാരം. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം വിതരണം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. സംശയരോഗത്തെ തുടർന്ന് ഭാര്യയെ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴ സ്വദേശി രേണുവാണ് കൊല്ലപ്പെട്ടത്. കുളത്തൂപ്പുഴയിലാണ് സംഭവം. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രക്ഷപ്പെട്ടു. സംശയരോഗത്തെ തുടർന്നാണ് ഭാര്യയെ ഭർത്താവ് കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നത്. 12 മണിയോടുകൂടിയാണ് സംഭവം. കുളത്തൂപ്പുഴ ആറ്റിന് കിഴക്കേക്കര മനുഭവനത്തിലെ രേണുവാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. ഭർത്താവ് സനുക്കുട്ടനാണ് രേണുവിനെ കത്രിക ഉപയോഗിച്ച് കഴുത്തിലും അടിവയറ്റിലും കുത്തി പരിക്കേൽപ്പിച്ചത്. രേണുവിന്റെ നിലവിളി കേട്ട വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും സനുക്കുട്ടൻ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു. രണ്ടുപേർ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത്. ഇതെപ്പോഴാണ് സംഭവം? സംഭവം എവിടെ വെച്ചാണ് നടന്നേ? കുത്തിയിട്ട് എന്തുകൊണ്ടാണ് കുത്തിയത്? എവിടൊക്കെയാ കുത്തിയത്? ഉടൻ തന്നെ ബന്ധുക്കൾ കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അപകടകരമായ നിലയിലുള്ള മുറിവായതിനാൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം രേണുവിനെ പിന്നീട് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കടക്കൽ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു. മുമ്പും സനുക്കുട്ടൻ സംശയത്തെ തുടർന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകി. മരിച്ച രേണുവിനും സനുക്കുട്ടനും 4 മക്കളുണ്ട്. മനു, മനീജ, മഞ്ജിമ, മണികണ്ഠൻ എന്നിവരാണ് മക്കൾ. ഒളിവിൽ പോയ സനുക്കുട്ടനായുള്ള അന്വേഷണം കുളത്തൂപ്പുഴ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ തഴമേൽ ആയിരമലി ക്ഷേത്രം ട്രാൻസ്ഫോമർ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നായിരുന്നു നവീകരണം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വട്ടമൺ വാർഡിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 17 ലക്ഷം രൂപ നിർമ്മിച്ചാണ് റോഡ് നവീകരിച്ചത്. നവീകരണം പൂർത്തിയാക്കിയ അഞ്ചൽ തഴമേൽ ആയിരമല്ലി ക്ഷേത്രം ട്രാൻസ്ഫോമർ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം അഖിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ റോഡ് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ പരിപാലിച്ച നമ്മുടെ ഈ 2 സൈഡിൽ താമസിക്കുന്ന അംഗങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ 3 സ്ഥലത്തും അടവ് വെച്ചതിന് ശേഷവും ഒരു നിർദ്ദേശവും പാലിക്കാതെ പോയ ആളുകളുമുണ്ട്. അവരെ നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മളെ ഈ 10-17 ലക്ഷം രൂപ മുടക്കി ഒരു റോഡ് ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് വേണ്ടി വേണമെന്നുള്ളൊരു ബോധമില്ലാതെ അന്ന് തന്നെ നശിപ്പിച്ച ആളുകളെ അവരെ ഒന്ന് പരാമർശിക്കാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ചടങ്ങിൽ അന്ന് പരാമർശിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് അഞ്ചൽ ഭരണസമിതി 17 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം നഗരസഭയിൽ UDF BJP സഖ്യം ചേർന്നു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. നഗരസഭയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ശുചിമുറി പ്ലാന്റിൽ അഴിമതി ആരോപിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നത്.
അവിശ്വാസം പരാജയപ്പെട്ടതോടെ LDF അംഗങ്ങൾ നഗരത്തിൽ പ്രകടനം നടത്തി. കായംകുളം നഗരസഭയിൽ UDF BJP സഖ്യം ചേർന്ന് കൊണ്ടുവന്ന അവിശ്വാസമാണ് പരാജയപ്പെട്ടത്. ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. 23 അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ 21 അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. LDF അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിന്നു. ഇതാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനാവാതെ തള്ളാൻ കാരണം. UDF BJP അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. LDF അംഗങ്ങൾ വിട്ടുനിന്നാണ് ക്വാറം തികയാത്തതിന് കാരണമായത്. ഇതോടെ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ തുടങ്ങിയ സമരമാണ് ഇന്ന് UDFന്റെ ഇന്നുകൊണ്ട് പരിസമാപ്തി ആയിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി മുതൽ കള്ളപ്രചരണങ്ങൾ നടത്തി, മൊബൈൽ FSTPയുമായി ബന്ധപ്പെട്ട് കള്ളപ്രചരണങ്ങൾ നടത്തി, അഴിമതികൾ ആരോപിച്ചുകൊണ്ട് അവർ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെങ്കിലും ഒരു സമാപ്തിയിൽ എത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം UDFന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്നൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആ സമരം ഇന്ന് തീർത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നഗരസഭയിലെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന LDF കൗൺസിലർമാർ പല തട്ടയിൽ ആണെന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അത് ഒറ്റക്കെട്ടാണെന്നുള്ള 23 കൗൺസിലർമാർ ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിലും അതുപോലെ തന്നെ UDFന്റെയും BJPയുടെയും അവിശുദ്ധമായ കൂട്ടുകെട്ടും ഇന്ന് നഗരസഭയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ FSTP. കക്കൂസ് മാലിന്യം നാം സംസ്കരിക്കുക എന്നുള്ളത് പട്ടണത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നഗരസഭയിലെ മൊബൈൽ ശുചിമുറി പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ചാണ് LDFനെതിരെ UDF BJP അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത്. ഇതാണ് പരാജയപ്പെട്ടത്. ഇതേ തുടർന്ന് LDFന്റെ നേതൃത്വത്തിൽ കായംകുളം ടൗണിൽ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ UDFും BJPയും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ മുന്നണിയുടെ കൂട്ടുകെട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ഐക്യം പ്രകടമാക്കുന്ന രൂപത്തിലാണ് ഇന്ന് കായംകുളം നഗരസഭയിൽ ഇവിടെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഈ അവിശ്വാസ പ്രമേയം നടക്കുമ്പോൾ BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ബഹളം വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഒന്നാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്ന് കായംകുളത്ത് നടന്നതിന്റെ ഉദാഹരണം. അതാണ് ഉത്തമമായി നമുക്ക് ബോധ്യപ്പെടുകയാണ് BJPയും കോൺഗ്രസും ഒന്നാണ് എന്ന്. എന്തിന്റെ പേരിലാണ് ഈ നഗരസഭയ്ക്കെതിരെ അവർക്ക് അവിശ്വാസം കൊണ്ടുവരാൻ കഴിയുക? കഴിഞ്ഞ 9.5 വർഷക്കാലം ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നു. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ശശികലയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാനായി ഇവിടെ ഭരണം നടത്തുകയാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. 1924 മുതൽ ഈ നഗരസഭ പ്രവർത്തനം നടത്തുന്നതാണ്. എത്രയോ പ്രഗത്ഭന്മാരായ ആളുകളാണ് ഇവിടെ നഗരസഭാ ചെയർമാൻമാരായി തീർന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് കായംകുളം നഗരസഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇടതുപക്ഷമല്ലാതെ മറ്റാരെന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ ഈ കായംകുളം ഗവൺമെന്റ് ആശുപത്രി 50 കോടി രൂപയിലധികം ചെലവഴിച്ച വലിയ കെട്ടിടങ്ങൾ പണിയുകയാണ്. നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു കായംകുളം ഈ നഗരസഭയുടെ കീഴിലുള്ള ഈ ഗവൺമെന്റ് ആശുപത്രി? ചെയർപേഴ്സൺ P. ശശികല, വൈസ് ചെയർമാൻ J. ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഹരിലാൽ, കൗൺസിലർമാരായ അഖിൽകുമാർ, നാദർ ഷാ, റജി മാവിനാൽ, സുമി അജീർ, ബിനു അശോക്, ഷെമിമോൾ, അമ്പിളി ഹരികുമാർ, ഗംഗാദേവി, ഷീബ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ബിൽഡിംഗ് കപ്പാസിറ്റി ഫണ്ട് വന്നു. കൗൺസിലർമാർ അതുകൊണ്ട് തന്നെ LDFും BJPയും UDFും അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമാണ് ബാംഗ്ലൂർ പോയി ആ പ്ലാന്റ് കാണുകയും പ്ലാന്റ് കണ്ട് നമ്മൾ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ ഈ ഏപ്രിൽ മാസം 26-ാം തീയതി വൈകിട്ട് സംസ്ഥാനത്തുള്ള മുഴുവൻ ചെയർമാൻമാരുടെ ഒരു പഠനയാത്ര ഉണ്ടായിരുന്നു. അതും ബാംഗ്ലൂരായിരുന്നു. FSTP കാണുന്ന ഈ FSTP അല്ല അവിടുത്തെ പ്ലാന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കാണുന്നതിന് വേണ്ടി. അതിന് ഞാൻ മറ്റുള്ള ചെയർമാൻമാരോടൊപ്പം പോയി.
അവർ പറയുന്നത് എന്താ, ഞാൻ അതിന് പോയത് ഈ ഫൗമ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവരുമായിട്ട് ചർച്ച ചെയ്യാനാണ്. എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് ബാംഗ്ലൂർ പോകേണ്ടത്? കാരണം തിരുവനന്തപുരത്തെ കമ്പനിയാണ് ഈ ഫൗമ കമ്പനി എന്ന് പറയുന്നത്. ബാംഗ്ലൂർ പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുക, വീട്ടിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുക, ഇവിടെയല്ലേ ഉണ്ട് സൗകര്യങ്ങൾ. ഇവിടെ ഒന്നും ചർച്ച ചെയ്യാതെ എന്തിനാണ് ഞാൻ ബാംഗ്ലൂർ പോകേണ്ടത്? പിന്നെ പറഞ്ഞ ഒരു ആരോപണം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് 27 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് ബാംഗ്ലൂർ പോയി ഒരു ഇടനിലക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കും, 25 വർഷമൊക്കെ കൗൺസിലായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അദ്ദേഹം ഈ കൗൺസിലർ മാത്രമല്ല ചെയർമാനുമായിട്ടിരുന്ന ആളാണ്. അദ്ദേഹമാണ് പറയുന്നത് ഞാൻ കൊണ്ടു കൊടുത്തു എന്ന്. എങ്ങനെ കൊടുക്കാൻ കഴിയും? ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊട്ടാരക്കരയിൽ പോലീസുകാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. അറസ്റ്റിലായ ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടയിലാണ് സംഘർഷം നടന്നത്. മാർച്ചിനിടയിലൂടെ കടന്നുപോയ ബൈക്ക് യാത്രക്കാരനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം. കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. 20 പേരെയാണ് റിമാൻഡ് ചെയ്തത്. സംഭവത്തിനു ശേഷം 19 പേരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലും ഒരാളെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും എത്തിച്ചിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് 20 പേരെയും തിരുവനന്തപുരത്തെ പ്രത്യേക ജയിലിലേക്ക് മാറ്റിയത്. ഡ്യൂട്ടിക്കിടയിൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക എന്ന BNS 132 വകുപ്പുൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 19 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഇതിനിടെ പുനലൂർ പോലീസുമായി ട്രാൻസ്ജെൻഡേഴ്സ് ജില്ലാ ഘടകത്തിന്റെ നേതാക്കൾ തർക്കമുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ച് ഇവരെ പോലീസ് തടഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു വാക്കേറ്റം. ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല, വിവേചനമുണ്ടോ? ആണിന്റെ പാന്റ് ധരിച്ച അടിയിലെ സാധനം ഇല്ല എന്നാണ് അർത്ഥം. എല്ലാം ഞങ്ങൾ മാന്യമായി സംസാരിച്ചത് കൊണ്ടാണ് അവരെല്ലാം ഞങ്ങളോട് കണ്ടോളാൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ 4 വർഷം മുൻപുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള SP ഓഫീസ് മാർച്ചാണ് ഇന്നലെ വൈകുന്നേരത്തോടെ സംഘർഷത്തിന് വഴിമാറിയത്. സംഘർഷത്തിൽ കൊട്ടാരക്കര CIയും വനിതാ CPOമാരും ഉൾപ്പെടെ 12 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കേറ്റു. സമരക്കാർക്കിടയിലേക്ക് ഇരുചക്ര വാഹനം കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അശാസ്ത്രീയമായ പാർക്കിങ്ങും വാഹനങ്ങൾ തിരിയുമ്പോൾ ഹോൺ മുഴക്കാത്തതുമാണ് അപകട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പുനലൂർ KSRTC ഡിപ്പോയിൽ അപകടങ്ങൾ പതിവായതോടെയാണ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. വ്യാഴാഴ്ച പുനലൂരിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരനും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പത്തനാപുരം, തെങ്കാശി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന KSRTC ബസ്സുകൾ ഇവിടെ തിരിയുമ്പോൾ ഡ്രൈവർമാർ ഹോൺ മുഴക്കാറില്ല എന്നും ആക്ഷേപമുണ്ട്. ഇതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ ഈ ഭാഗത്ത് പതിവായതോടെയാണ് ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ഇവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അശാസ്ത്രീയമായ പാർക്കിങ്ങും പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. കൃത്യമായ വാഹന പാർക്കിംഗ് നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണം നടത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് LP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PN പണിക്കർ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടത്തി. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണം നടത്തി. PN പണിക്കർ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടന്നു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രൊഫസർ P കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയില് ഒരു ഓലഷെഡ് കെട്ടി അവിടെയും പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് രാത്രി 9 മണി വരെ ലൈബ്രറിയിൽ റാന്തൽ വിളക്കുമായിട്ടിരിക്കും. ആദ്യകാലങ്ങളിൽ ആളുകൾ തീരെ കുറവായിരുന്നു. അന്വേഷിച്ചപ്പോൾ ആളുകൾക്ക് വായിക്കാൻ അക്ഷരം അറിയാവുന്ന ഒരു കുറവാണ്. പിന്നിറങ്ങി അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി.
ലൈബ്രറിയിലേക്ക് ആളുകൾ വരാതായപ്പോൾ പുസ്തകവും ചുമന്നുകൊണ്ട് ഈ ചെറിയ മനുഷ്യൻ വീടുകളിലേക്ക് പോയി. സാഹിത്യപഞ്ചാനനൻ VK നാരായണപിള്ളയുടെ പേരിൽ തുടങ്ങിയ ലൈബ്രറിയോട് വിരോധമുള്ളവര് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പുസ്തകം വലിച്ചെറിഞ്ഞു കൊടുത്ത അനുഭവം ഉണ്ടെന്നും പറയുന്നു. അതൊക്കെ അടുക്കിക്കെട്ടി പോയി പാവം വീണ്ടും ഇത് ആവർത്തിച്ചു. ആ ലൈബ്രറിക്ക് ഒരു വലിയ കെട്ടിടം പണിയാൻ നാടൊട്ടുക്ക് നടന്ന പണം പിരിച്ച് ലൈബ്രറി കെട്ടിടമാക്കി. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് പറയുന്നത്. അത് ഏറ്റവും വിവാദമായ ഒരു കാര്യം കൂടിയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് വിഷയാവതരണം നടത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് HSS പ്രിൻസിപ്പൽ K അനസ് ബാബു സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക S ഷീജ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ N ഷാജി, രാമൻകുട്ടി, ബൈജു പൂക്കുട്ടി, PTA പ്രസിഡന്റ് സോജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യതയില്ലെന്ന് പരാതി. ഇത് വാഹനയുടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കത്തിനിടയാക്കുന്നു. ഇതോടെ പെട്രോൾ പമ്പുകളെയാണ് വാഹന ഉടമകൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹന ഉടമകൾ ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിരത്തിലോടുന്ന വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കാത്തത് വാഹന ഉടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കത്തിന് ഇടയാക്കുന്നു. വാഹന നിർമ്മാതാക്കൾ പാർട്സുകൾ നിർമ്മിക്കുന്നതിന് മറ്റ് ഏജൻസികളെയാണ് ഏൽപ്പിക്കാറുള്ളത്. പലപ്പോഴും ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കാറില്ല. ടാങ്കിൽ രേഖപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി 5 മുതൽ 10 ലിറ്റർ വരെ ഇന്ധനം അധികമായി നിറച്ചാൽ മാത്രമേ ഫുൾ ടാങ്ക് ആകുകയുള്ളൂ. പെട്രോൾ പമ്പുകളെയാണ് വാഹന ഉടമകൾ പ്രതിക്കൂട്ടിൽ നിർത്താറുള്ളത്. ഇത് പമ്പ് ജീവനക്കാരുമായി തർക്കത്തിലും സംഘർഷത്തിലും കലാശിക്കാറുണ്ട്. നമുക്കാണെങ്കിൽ പെട്രോൾ പമ്പുകൾക്കാണെങ്കിൽ വർഷാവർഷം ലീഗൽ മെട്രോളജി വന്ന് കാലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമാക്കി സ്റ്റാമ്പ് ചെയ്ത് പോകുന്ന സംവിധാനമാണ്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ട് പോകുന്ന സംവിധാനമുണ്ട്. പക്ഷേ വാഹനങ്ങളിലൊന്നും കാലിബ്രേഷന് കറക്റ്റല്ല. ഇത് പലപ്പോഴും പമ്പുടമകളും ജീവനക്കാരും വരുന്ന ഉപഭോക്താക്കളും തർക്കത്തിനിടയാകും. അടുത്തിടയിൽ നമ്മൾ അറിയാം പല വിഷയങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അതിന് വാഹന നിർമ്മാതാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ടാങ്കുകളൊന്നും കാലിബ്രേറ്റഡ് അല്ല. പിന്നെ 50 പറയുന്നത് അറിയാൻ 50, 60, 55 കൊണ്ടേക്കാം എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം. എന്നിരുന്നാലും ഇത് ബോധ്യപ്പെടാത്തതും അല്ലെങ്കിൽ അറിയില്ലാത്തതുമായ ഉപഭോക്താക്കൾ നിരന്തരം പമ്പുകൾ തർക്കത്തിന് കാരണമാകും. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹന ഉടമകൾ ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ ആവശ്യപ്പെട്ടു. എഞ്ചിൻ പോലെ ഒരു കമ്പനി, ചേസ് ഒരു കമ്പനി, മറ്റ് ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനി, അങ്ങനെ അസംബ്ലി ചെയ്യുന്നത് ഇപ്പോൾ ടൊയോട്ട എങ്കിൽ ടൊയോട്ട, മാരുതി എങ്കിൽ മാരുതി, അവരുടെ ലെവലിലാണ് ചെയ്യുന്നത്. ഇതിനൊന്നും ഒരു കൃത്യമായ കണക്കുകളോ രൂപരേഖകളോ ഒന്നുമില്ല. അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സംസ്ഥാനത്തെ പെട്രോൾ പമ്പ് ഉടമകൾ. അത് പലപ്പോഴും തർക്കത്തിനിടയാകും, സംഘർഷത്തിൽ വരുത്തുന്ന കാര്യങ്ങളുണ്ടാകും. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പല പമ്പുകളിലും നിറച്ച ഇന്ധനം അളന്നു നോക്കുമ്പോൾ 50 കൊള്ളേണ്ട ടാങ്കിൽ 60 കൊള്ളുന്നതായി, 10 കൊള്ളേണ്ട ടാങ്കിൽ 15 കൊള്ളുന്നതായിട്ടൊക്കെ നമ്മൾ കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ കാര്യ ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട്. ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടാങ്കുകൾ കൃത്യത ഉറപ്പുവരുത്തണമെന്നാണ് ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിൻ്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മുറിച്ചു മാറ്റിയ വൃക്ഷങ്ങളുടെ ശിഖരം ഭീഷണിയാകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയ പുനലൂർ KSRTC ജംഗ്ഷനിലെ ആൽമരത്തിന്റെ ശിഖരങ്ങൾ ഇവിടെ നിന്നും മാറ്റാത്തതാണ് ജനജീവിതം ദുസ്സഹമാക്കുന്നത്. സമീപത്തെ ഓടയുടെ മുകളിലാണ് ശിഖരങ്ങൾ കൂടിക്കിടക്കുന്നത്. ഇത് നഗരത്തിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായും പരാതിയുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ മരങ്ങളും മരങ്ങളുടെ കൊമ്പുകളും മുറിച്ചുമാറ്റുന്നതിന്റെ ഭാഗമായി പുനലൂർ KSRTC ജംഗ്ഷനിലെ വലിയ ആൽമരത്തിന്റെ കൊമ്പുകൾ ദിവസങ്ങൾക്ക് മുമ്പ് മുറിച്ചുമാറ്റിയിരുന്നു. തൊഴിലാളികൾ ഇങ്ങനെ മുറിച്ചുമാറ്റിയ കൊമ്പുകൾ ആൽമരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചു പോയി. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൊമ്പുകൾ ഈ സ്ഥലത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടരുകയാണ്. ഇത് കാരണം മഴ പെയ്യുമ്പോൾ ശക്തമായ വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വെള്ളമൊഴുകി ഇറങ്ങേണ്ട ഓടയുടെ മുകളിൽ മരക്കൊമ്പുകൾ ഉപേക്ഷിച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഈ വെള്ളക്കെട്ടിന് സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ മലമൂത്ര വിസർജനങ്ങളും ഇതിൽ കലരുന്നതായും പരാതിയുണ്ട്. ഇതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരും വാഹനയാത്രികരും ഒരേപോലെ ബുദ്ധിമുട്ടിലായി. അനുദിനം ഇതുവഴി സഞ്ചരിക്കുന്ന പുനലൂർ നഗരസഭാധികൃതരും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ആക്ഷേപം. എത്രയും വേഗം അധികൃതർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹരിതകർമ്മസേനാംഗങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകി വെട്ടിലായി പെരിനാട് ഗ്രാമപഞ്ചായത്ത്.
പഠനോപകരണം വിതരണം ചെയ്യാൻ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണമാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിനെ വെട്ടിലാക്കിയത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുമനസ്സുകളുടെ സഹായത്തോടെ പഠനോപകരണങ്ങൾ വിതരണം നടത്തിയതെന്നാണ് പഞ്ചായത്ത് അംഗങ്ങളുടെ വിശദീകരണം. കഴിഞ്ഞ മാസം നടന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യോഗത്തിൽ കുട്ടികൾക്ക് ബാഗ് പോലും വാങ്ങി നൽകാൻ കഴിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മുന്നിൽ അംഗങ്ങൾ അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങി. സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ഏതാനും തുക വാങ്ങി ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വാങ്ങി. 9 എണ്ണം വേണ്ടിയെടുത്ത് 5 എണ്ണമാണ് ഇത്തരത്തിൽ വാങ്ങാനായത്. തുടർന്ന് ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റും വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ സ്വന്തമായി ബാഗ് വാങ്ങാനായി പണം നൽകി. തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് 9 നിർധനരായ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ പഞ്ചായത്ത് അതിദരിദ്രരായവരുടെ മക്കളിൽ 9 പേർക്ക് പഠനോപകരണം വിതരണം ചെയ്തു. പഞ്ചായത്ത് കേന്ദ്രത്തിൽ ചെയ്യും. അതിനകത്ത് ഒരു തടസ്സവും വരുന്നില്ല. നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പഞ്ചായത്തിന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെപ്പോൾ ആൾക്കാർ ഇങ്ങനെ സന്നദ്ധമാവുക എന്നുള്ള വലിയ കാര്യം. അതല്ല, ഇതിനൊക്കെ മഹത്തോട്ട് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാണേണ്ടവരെ നിങ്ങൾ ആ കാണാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് നമ്മൾ പഞ്ചായത്ത് നമ്മുടെ സമിതികളെല്ലാം ഇതിനു വേണ്ടി മറുപടി പറയേണ്ട അവസ്ഥയാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടുത്ത വർഷം മുതൽ ഇത് നമ്മൾ ഇതിനേക്കാൾ ഗംഭീരമാണ് നടത്തുന്നത്. ഇതിനിടെ അതിദരിദ്രരായവരുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്താൻ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉന്നയിച്ചതോടെ വിഷയം ഏറ്റെടുത്ത് BJP രംഗത്ത് വരികയും പഞ്ചായത്തിൽ ഉപരോധം നടത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാറും ഹരിതകർമ്മ സേനാംഗങ്ങളും രംഗത്തെത്തിയത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നല്ലെന്നും സ്വന്തം പോക്കറ്റിൽ നിന്നാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്ത സേവന പ്രവർത്തനം വിവാദമാക്കേണ്ടതില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരമായ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് വിതരണം ജൂൺ 22-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരമായ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് വിതരണം ജൂൺ 22-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമസഭാ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രാവിലെ 9-നും ഉച്ചയ്ക്ക് 2 മണിക്കുമായി 2 സെക്ഷനുകളിലായിട്ടാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ അവാർഡ് വിതരണ ഉദ്ഘാടനം 10 മണിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. കഴിഞ്ഞ 1.5 വർഷമായതേ ഉള്ളൂ ജില്ലാ കമ്പനി എന്ന രീതിയിലേക്ക് നമ്മളൊരു കമ്പനിക്ക് രൂപം കൊടുത്തതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ 3 ലക്ഷം വരുന്ന കൺസ്യൂമറുടെ കുട്ടികളിൽ ഈ വർഷം 10ലും +2ലുമായി ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ ഈ പ്രാവശ്യം അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് 2025 എന്ന പേരിൽ നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത്. 670 കുട്ടികളാണ് 10ലും +2ലുമായിട്ട് അതിന് എലിജിബിളായിട്ട് നമുക്ക് രജിസ്ട്രേഷനിൽ നമുക്ക് എലിജിബിളായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് വിതരണം ഈ 22-ാം തീയതി രാവിലെ ഫാത്തിമാത കോളേജിനോട് ചേർന്നിട്ടുള്ള ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ വെച്ച് നടക്കുക. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി അവർ നിർവഹിക്കും. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ പുതിയ ബിസിനസ്സുകളായ സൗത്ത് സോളാർ, സൗത്ത് TV എന്നിവയുടെ ലോഞ്ചിങ്ങും നടക്കും. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, MLA-മാരായ M നൌഷാദ്, PC വിഷ്ണുനാഥ്, PS സുബാൽ, കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, CR മഹേഷ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള വിഷനെ സംബന്ധിച്ച് നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 1000 കോടി ടേൺ ഓവർ ക്രോസ് ചെയ്ത ഒരു കമ്പനി എന്ന രീതിയിലും മറ്റൊന്ന് ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ന് കേരളത്തിൽ 1ാം സ്ഥാനത്തും രാജ്യത്ത് ഏതാണ്ട് 4ാം സ്ഥാനത്തും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള വിഷൻ ഇന്ന് മുന്നിലാണ്. 4ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അതിന് മുന്നിലുള്ള 3 സ്ഥാനം നമുക്കറിയാം രാജ്യത്തെ വലിയ കോർപ്പറേറ്റ് ശക്തികൾ കൈയടക്കുന്ന കമ്പനികളാണ്. അവിടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ്, ചെയർമാൻ P ബിനു, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ P സുരേഷ് ബാബു, കുര്യാക്കോസ് വൈദ്യർ, താജുഗോപാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രക്കാർക്കുള്ള വേസ്റ്റ് ബിൻ സ്ഥാപിച്ചു.
പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള രീതിയിലാണ് വേസ്റ്റ് ബിൻ നിർമ്മിച്ചിരിക്കുന്നത്. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുനലൂർ താലൂക്ക് ആശുപത്രി, TB ജംഗ്ഷൻ, തൂക്കുപാലത്തിന് സമീപം, സിവിൽ സ്റ്റേഷൻ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. പുനലൂർ നഗരസഭയാണ് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ച് മാലിന്യം നിക്ഷേപിക്കാനുള്ള രീതിയിലാണ് വേസ്റ്റ് ബിൻ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും യാത്രക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് വേസ്റ്റ് ബിൻ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുന്ന സാഹചര്യത്തിലാണ് പുനലൂരിൽ പലയിടങ്ങളിലായി വേസ്റ്റ് ബിൻ സ്ഥാപിച്ചത്. മാലിന്യമുക്ത നഗരം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പൊതുജനങ്ങൾ മാലിന്യങ്ങൾ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓട നിർമ്മാണം പൂർത്തിയായതോടെ ഓച്ചിറ മേമനത്തെക്ക് വാർഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം. സാമൂഹിക പ്രവർത്തകൻ മെഹർഖാൻ ചേനല്ലൂർ ഹൈവേക്ക് വിട്ടു നൽകിയ ഭൂമിയിലാണ് ഓട നിർമ്മിച്ചത്. വർഷങ്ങളായുള്ള നിരവധി വീടുകളുടെ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. ഭൂമി വിട്ടു നൽകിയ മെഹർഖാൻ ചേനല്ലൂരിന് CR മഹേഷ് MLA നേതൃത്വത്തിൽ ആദരവൊരുക്കി. ഓച്ചിറ മേമനത്തെക്ക് വാർഡിലെ നിരവധി വീടുകളിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന വെള്ളക്കെട്ടിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഓട നിർമ്മിക്കാൻ ഹൈവേക്ക് സാമൂഹ്യ പ്രവർത്തകൻ മെഹർഖാൻ ചേന്നല്ലൂരാണ് സ്ഥലം വിട്ടു നൽകിയത്. CR മഹേഷ് MLA നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ മെഹർഖാൻ ചേന്നല്ലൂരിനെ ആദരിച്ചു. ഒരു 10ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും വെള്ളക്കെട്ടിനകത്തായി. ഈ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് മെമ്പർ ഇടപെടുകയും പഞ്ചായത്തിലൂടെയും ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെടുകയും നിരവധി ചർച്ചകൾ നടത്തി അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായത് പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ മെഹർഖാൻ കാണിച്ച ഒരു വലിയ മനസ്സുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂമി വെള്ളം ഒഴുകാൻ, ഇവിടെ നാഷണൽ ഹൈവേ അറിയാം, ഒരു മണ്ണിന് പോലും ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും സ്ഥലം നാട്ടുകാരുടെ പറമ്പിൽ നിന്നും വീടുകളിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. ഇത് മറ്റാരും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. ആരും വഴി നടക്കാൻ പോലും ആരും അനുവദിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ കുടുംബങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ, ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് സാധിച്ചു. ഇതുമാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിലുമൊക്കെ മനസ്സ് കാണിക്കുന്ന ഈ ചേന്നല്ലൂർ പ്രസ്ഥാനത്തിനും അതിൻ്റെ MD ശ്രീ മെഹർഖാൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. റോഡുകളിലെയും പരബ്രഹ്മ ആശുപത്രിക്ക് സമീപമുള്ള വീടുകളിലെയും പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ടിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാകുമാരി, അയ്യാണിക്കൽ മജീദ്, BS വിനോദ്, KS പുരം സത്താർ, മുരളിപ്പിള്ള, അനൂപ് മഹേന്ദ്രൻ, കേശവ് പിള്ള, സത്താർ, അഞ്ജലി പ്രകാശ്, ദീപ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നും വിലയുള്ള ഭൂമി മറ്റുള്ളവരുടെ ഏറ്റവും വലിയ വിഷമതകൾക്ക് അന്ത്യം കുറിക്കുവാൻ ഇത് ദാനം നൽകുക എന്നുള്ളതൊരു ചെറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഒരു ഗ്രഹപാഠമാണ്. എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇത് പണം ഉണ്ടായതുകൊണ്ട് കാര്യം മാത്രമില്ല, പക്ഷേ അതിനനുസരിച്ച് വിനിയോഗിക്കുവാനും സഹജീവികളുടെ സ്നേഹവും അവരുടെ ദുഃഖങ്ങളും ഒക്കെ അകറ്റുവാനുമൊക്കെയുള്ള ഏറ്റവും വലിയ വിശാല മനസ്സ് കാണിച്ച ശ്രീ മെഹർഖാൻ ചേന്നല്ലൂരിന് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും. 10-15 വീടുകളോളം വെള്ളത്തിലായി. എങ്കിലും 2-3 വീടാണെങ്കിൽ കഞ്ഞിപോലും വെക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. തന്നെ നമ്മൾ ഹൈവേക്കാരെ വിളിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ ആദ്യം അവർ കൊണ്ടുവന്നൊരു ചെറിയ ഓടയാണ് നമുക്ക് ഇട്ട് തന്നെ. അപ്പോൾ ആ ഓടയിൽ വെള്ളം പോകത്തില്ല. പിന്നെ നമുക്ക് ഈ വലിയ ഓട ഇടണമെങ്കിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓടയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചിട്ട് പോകുന്ന ഒരു സംവിധാനം ഒരുക്കി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പോച്ചങ്കോണം നെടുമ്പായക്കുളം ഇടക്കോട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. 4 കോടി രൂപ ചിലവിൽ BMDC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. പോച്ചങ്കോണം നെടുമ്പായിക്കുളം ഇടക്കോട് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. സദസ്സിൽ പങ്കെടുക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. മുൻ MLA ആയിട്ടുള്ള ശ്രീ എഴുവൺ നാരായണൻ ഉൾപ്പെടെ ശ്രീ PA എബ്രഹാം കൂടെ ഉണ്ടായിരുന്നു. രാമാനുജൻ, മറ്റ് ഉദ്യോഗസ്ഥന്മാർ, മറ്റ് ജനപ്രതിനിധികളെ ഉൾപ്പെടെ. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം V സുമാലാൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനിയനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് കിളിത്തട്ടിൽ, R വിജയപ്രകാശ്, രഞ്ജിനി അജയൻ, സ്വാഗത സംഘം കൺവീനർ K ഓമനക്കുട്ടൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MB മനേഷ, ജയപ്രകാശ് നാരായണൻ, രഞ്ജി മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. 4 കോടി രൂപ ചിലവഴിച്ച് BMDC നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അപകടക്കെണിയായി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റോഡ്. മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് അതിരൂക്ഷമായി.
ഇതിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മേൽപ്പാല നിർമ്മാണം നടക്കുന്ന കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നത്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണിത്. സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് അതിരൂക്ഷമായി. +1 ക്ലാസുകൾ തുടങ്ങിയതോടെ വിദ്യാർത്ഥികളുടെ എണ്ണവും വർദ്ധിച്ചു. 2 ഹയർ സെക്കൻഡറി സ്കൂളുകളും 1 ഹൈസ്കൂളും ഹൈസ്കൂൾ ജംഗ്ഷനിലാണുള്ളത്. കൂടാതെ UPG സ്കൂൾ, ടൗൺ LPS, വിവിധ സ്വകാര്യ സ്കൂളുകൾ, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തൊട്ടടുത്തായുണ്ട്. ദേശീയപാതയിലേക്ക് ഇരുവശത്തു നിന്നും പാതകൾ വന്നുചേരുന്ന സ്ഥലം കൂടിയാണിവിടം. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെയും കാൽനട യാത്രികരുടെയും തിരക്ക് വളരെ കൂടുതലാണ്. എന്നാൽ ദേശീയപാതയും സർവീസ് റോഡുകളും ഓടകളും പൂർത്തിയാകാത്തതിനാൽ ഇതുവഴി കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടായി മാറി. കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ചാണ് സർവീസ് റോഡിലേക്ക് തിരിച്ചുവിടുന്നത്. ആലുംകടവ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ദേശീയപാതയിൽ പ്രവേശിക്കുന്നതും ഇവിടെയാണ്. ദേശീയപാതയിലൂടെ വടക്കു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂടിയാകുന്നതോടെ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് ഒഴിയാത്ത സ്ഥിതിയാണ്. നമുക്ക് ഏറ്റവും ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ സർവീസ് റോഡ്. അതിവർ ശരിയാക്കാതെ മനുഷ്യനെ കുത്തിക്കുക, ഇവിടെ ശരിയാക്കത്തില്ല, വെള്ളം കിഴക്കോട്ട് വിടാനെന്നുള്ള റോഡുകളുടെ പണി പറഞ്ഞെങ്കിൽ ഇതുവരെ അവർ ശാശ്വതമായിട്ട് പരിഹരിച്ചിട്ടില്ല. ഓരോ ദിവസവും അങ്ങും ഇങ്ങും ഓരോ പണികൾ നടത്തുന്നതല്ലാതെ ഈ റോഡ് പൂർണ്ണമാക്കി മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നത്. മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ വളരെ കുറച്ചു ഭാഗത്തുകൂടി മാത്രമേ വാഹനങ്ങൾക്ക് പോകാനാകൂ. മേൽപ്പാലത്തിനായി എടുത്ത കുഴികളും അപകട ഭീഷണിയായി കിടക്കുന്നു. മഴ ശക്തമാകുന്നതോടെ മേൽപ്പാലം നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ചതുപ്പായി മാറി. ഇരുവശത്തും തകരഷീറ്റുകൾ കൊണ്ട് കെട്ടിമറച്ചിട്ടുണ്ടെങ്കിലും ഇതുവഴി ആളുകൾ മറുവശത്തേക്ക് പോകാറുണ്ട്. ചതുപ്പിലോ കുഴിയിലോ പെട്ടാൽ വലിയ അപകടമാകും ഉണ്ടാകുക. ഓടകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തത് കാരണം മഴവെള്ളം ഒഴുകിപ്പോകുന്നുമില്ല. സർവീസ് റോഡുകൾ വേഗത്തിൽ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അതുവഴി തിരിച്ചുവിട്ടാൽ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സംശയരോഗത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴയിലാണ് സംഭവം. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പോലീസുകാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. അറസ്റ്റിലായ ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടയിലായിരുന്നു സംഘർഷം. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യതയില്ലെന്ന് പരാതി. വാഹനയുടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കം പതിവ്. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹനയുടമകൾ ഉറപ്പുവരുത്തണമെന്ന് പമ്പ് ഉടമകൾ. കേരള വിഷന്റെ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരം. സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡ് വിതരണം ജൂൺ 22-ന്. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് പുരസ്കാരം. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം വിതരണം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.